പാപക്കടികളെ എല്ലാവർക്കും ക്യാമറ ഞാൻ ഉറക്കത്തിൽ എന്നിട്ട് ക്യാമറ തിരിഞ്ഞു പോവല്ലേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആയിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കാണിച്ചു തരാം. സ്ഥലം കാര്യങ്ങളൊക്കെയും സ്ഥലത്തിൻ്റെ സംഘത്തിൽ പറഞ്ഞാലോ. എൻ്റെ അകത്താണ്. ഞാൻ ഇന്നലെ യാത്ര തുടങ്ങിയിട്ട് ഇന്നലെ നൈറ്റൊന്നും എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഫുള്ള് ലാഗ് ഉറക്കം നേരത്തോണ്ടാ സംഭവം. ഇപ്പം നിൽക്കുന്നത് ഞാനൊരു വലിയൊരു ഇതിഹാസം ചെയ്യാൻ പോവാ. സത്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല. നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ ഗോവ കർണാടക ബോർഡർ നമുക്കത് അറിയണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഈ എല്ലാവരും പറഞ്ഞു പ്ലെയിൻ റോഡാണ്, പിന്നെ കുറച്ച് ദൂരം മലയുള്ളതെന്നൊക്കെയും പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ചെക്ക് പോസ്റ്റിൽ സാറുമാർ പറഞ്ഞു, മോനെ ഈ 12 മണിക്ക് നീ മല കയറാൻ പോയി കഴിഞ്ഞാൽ രാത്രി 12 മണിയിൽ നീ മല കയറി കഴിയില്ല. കാരണം ഈ സൈക്കിളായതുകൊണ്ട് തള്ളി കയറണം, ചവിടാനൊന്നും പറ്റില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല. 18 കിലോമീറ്റർ ഹിൽ ടോപ്പാണ്. അത് കാട്, ആനയും പുലിക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. നീ പോയിട്ട് പെട്ടുപോകുള്ളൂ. നീ അതുകൊണ്ട് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി. അങ്ങനെ എനിക്ക് കെടുക്കാൻ കിട്ടിയ സ്ഥലമാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകട്ടാ. നമ്മൾ കേട്ടിട്ടില്ലേ, യേശുക്രിസ്തു പുൽത്തൊഴുത്തിലാണ് ജനിച്ചതെന്നൊക്കെയും. അങ്ങനത്തെ ലൈറ്റായിരുന്നു. കുളിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല, ഒരു പരിപാടി നടന്നില്ല. ഫുള്ള് ചൂടല്ല, പുഴുക്കാണ് ഇവിടെ. ഉറങ്ങിയിട്ടില്ല ഞാൻ. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു എക്സ്പീരിയൻസ് ആയല്ലോ. ഞാൻ നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളും കാണിച്ചിട്ടെ. ഒരു കാര്യത്തൊഴുത്തിലാണ് ഇന്നലെ കിടന്നത്. ബെല്ലയ്ക്ക് സുഖമായിരുന്നു. പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് സെറ്റായി ഇന്നലെ. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ഉഷാർ കുറവ്. ഞാൻ ഒന്ന് എഴുന്നേക്കട്ടെ. ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ വന്നിട്ട് നമുക്ക് യാത്ര ഇപ്പോൾ തുടങ്ങണം. ഇപ്പോൾ ഏകദേശം 6:30 ആവറായി. കാരണം കിടന്നപ്പോൾ തന്നെ 3 മണിയായി. കാരണം ചൂട് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഇവിടുത്തെ കിടക്കുന്ന സ്ഥലം നാളെ കാണിച്ചിട്ട് വെട്ടിക്കിട്ട് സ്ഥലം കേട്ടോ. എന്തിനാ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അമ്മേ സ്ഥലമുണ്ട്, അടിപൊളിയല്ലേ? സ്ഥലത്തിന് പ്രത്യേകത വെച്ചാൽ ഇന്നലെ വന്നപ്പോഴേ ഇവിടെ ഫുള്ള് പശുവിനെ കിട്ടിയിട്ടുള്ള ചാണകം സെറ്റപ്പും കളിക്കാറുണ്ട്. പിന്നെ ഉണങ്ങിയ ചാണകം ആയതുകൊണ്ട് ഞാനതൊന്ന് സെറ്റാക്കി ഒതുക്കിയെടുത്ത് അവിടെ ടെൻ്റ് അടിച്ചു. ഞാൻ കാണിച്ചു തരാട്ടാ. കിടക്കാച്ച സംഭവമാണ്, വേറെ ഒന്നല്ല. അത്രയും അവസ്ഥ വേറെ കിടക്കാൻ സ്ഥലമില്ല, മഴയും പ്രശ്നങ്ങളൊക്കെയും. നമുക്ക് നല്ല വീഡിയോക്ക് പോകാം.